ഹലോ, ഇംഗ്ലീഷിൽ നിങ്ങളെ കൂടുതൽ ഫ്ലുവൻ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് ഇന്നത്തെ. കാരണം നമുക്ക് റിയൽ ലൈഫിൽ ആവശ്യം വരുന്ന തരം കുറേ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന തരം വെറും സെൻറ്റൻസസ് അല്ല കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ പല തരത്തിലുള്ള ടെൻസസും അതുപോലെ മോഡൽ വെർബ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് കുറേ കൂടെ ഒഴുക്കോടെ സംസാരിക്കാൻ നിങ്ങൾ ഇന്നത്തെ ക്ലാസ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ സെൻറ്റൻസസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ മലയാളത്തിൽ പറയുമ്പോൾ അതാദ്യം നിങ്ങൾ തന്നെ ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാൻ ശ്രമിക്കണം കേട്ടോ. അതിന് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, ആ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ സ്വയം ആ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ആൻസറോ ഒന്ന് ഫോം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നും അവസാനം ഒരു ഷോർട്ട് ക്വിസ് വെച്ചിട്ടുണ്ട്, അത് ആൻസർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മളൊരാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആണോ? അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഒഴുക്കോടെ സംസാരിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അതെങ്ങനെ ചോദിക്കും? ആർ യു ഫ്ലുവൻ്റ് ഇൻ ഇംഗ്ലീഷ്? ചോദ്യം കിട്ടിയോ? ആർ യു ഫ്ലുവൻ്റ് ഇൻ ഇംഗ്ലീഷ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം അതേ എന്നാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഉത്തരം പറയുക? യെസ്, ഐ എം ഫ്ലുവൻ്റ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയാം. പക്ഷേ സാധാരണ നമ്മളിങ്ങനെ ഷോർട്ട് ആൻസറായിട്ട് അതിൻ്റെ ഉത്തരം പറയുമ്പോൾ യെസ് ഐ എം ഫ്ലുവൻ്റ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ യെസ് ഐ എം ഫ്ലുവൻ്റ് ഇൻ ഇംഗ്ലീഷ് നമ്മൾ മുഴുവനായിട്ട് പറയാറില്ല. അപ്പോൾ ഇവിടെ ശരിക്കും ഉദ്ദേശിക്കുന്നത് യെസ് ഐ എം ഫ്ലുവൻ്റ് ഇൻ ഇംഗ്ലീഷ് എന്നാണ്. പക്ഷെ പറയുമ്പോൾ ആ ആദ്യത്തെ ഭാഗം ഉണ്ടല്ലോ, യെസ് ഐ എം ഫ്ലുവൻ്റ് മാത്രം മതി. ഇനി നമ്മൾ അത്ര ഫ്ലുവൻ്റ് അല്ല എന്നാണെങ്കിൽ നമ്മൾ എന്ത് പറയും? നോ ഐ എം നോട്ട്. അപ്പോൾ അവിടെ നമ്മൾ പറയുന്നത് ശ്രദ്ധിച്ചോ? നോ ഐ എം നോട്ട്. ഐ എം എന്ന് വെച്ചാൽ ഐ ആം നോട്ട് എന്നാണ് കേട്ടോ. നോ ഐ എം നോട്ട് എന്ന് വെച്ചാൽ ഐ എം നോട്ട് ഫ്ലുവൻ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളെപ്പോഴും ഇങ്ങനെ യെസ് ഐ എം അല്ലെങ്കിൽ നോ ഐ എം നോട്ട് എന്ന് മാത്രമായിരിക്കില്ലല്ലോ പറയുന്നത്. ഇപ്പോൾ എനിക്ക് പറയണം, എനിക്ക് ഇംഗ്ലീഷ് കുറേയൊക്കെ അറിയാം, പക്ഷേ ഇപ്പോഴും ഞാൻ അത്ര ഫ്ലുവൻ്റ് ആയിട്ടില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ ആ ഉത്തരം എങ്ങനെ പറയും? എനിക്ക് ഇംഗ്ലീഷ് കുറേയൊക്കെ അറിയാം. ഐ നോ ക്വയറ്റ് എ ലോട്ട് ഓഫ് ഇംഗ്ലീഷ്. ഐ നോ ക്വയറ്റ് എ ലോട്ട് ഓഫ് ഇംഗ്ലീഷ് ബട്ട് ഐ എം നോട്ട് ഫ്ലുവൻ്റ് യെറ്റ്. ഇനിയും ഞാൻ ഫ്ലുവൻ്റ് ആയിട്ടില്ല, പക്ഷേ ഞാൻ ഇനിയും ഫ്ലുവൻ്റ് ആയിട്ടില്ല. ബട്ട് ഐ എം നോട്ട് ഫ്ലുവൻ്റ് യെറ്റ്. ആ യെറ്റ് എന്ന് പറയുമ്പോൾ ഇതുവരെ ആയിട്ടില്ല, ഇനിയും എന്നൊരർത്ഥം വരും കേട്ടോ. അപ്പോൾ ഐ നോ ക്വയറ്റ് എ ലോട്ട് ഓഫ് ഇംഗ്ലീഷ് ബട്ട് ഐ എം നോട്ട് ഫ്ലുവൻ്റ് യെറ്റ്. ഇനി നമുക്കൊരാളോട് ചോദിക്കണം, നിങ്ങൾ ബിരുദമുള്ള ആളാണോ, ബിരുദധാരിയാണോ എന്ന് ചോദിക്കണം. ഈ ബിരുദധാരി എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഗ്രാജുവേറ്റ് എന്നാണ്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കണം കേട്ടോ. ഗ്രാജുവേറ്റ് അല്ല, ഗ്രാജുവേറ്റ്. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെ ചോദിക്കുക? ആർ യു എ ഗ്രാജുവേറ്റ്? നിങ്ങൾ ബിരുദധാരിയാണോ? ആർ യു എ ഗ്രാജുവേറ്റ്? കാരണം ഇവിടെ നമ്മൾ നിങ്ങളോടാണല്ലോ ചോദ്യം ചോദിക്കുന്നത്, അപ്പോൾ യു ആണ് വരുന്നത്. അതുകൊണ്ടാണ് ആർ യു എ ഗ്രാജുവേറ്റ് എന്ന് ചോദിച്ചത്. അപ്പോൾ അവിടെയും നമ്മൾ ഗ്രാജുവേറ്റ് ആണ് എന്നാണ് ഉത്തരമെങ്കിൽ യെസ് ഐ ആം എന്ന് പറയും. അല്ലെങ്കിലോ നോ ഐ എം നോട്ട് എന്നാണ് അവിടെ ഉത്തരം വരുന്നത്. ഇനി ഈ ഗ്രാജുവേറ്റ് എന്നൊരു പ്രൊനൗൺസിയേഷൻ കൂടെ ഉണ്ട്. അതെപ്പോഴാണെന്നറിയാമോ? വേർബായിട്ടാണ് നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ, അതായത് ബിരുദം നേടുക എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യുമ്പോൾ അവിടെ ഗ്രാജുവേറ്റ് എന്നാണ് പറയുക. അപ്പോൾ എനിക്ക് ചോദിക്കണം, നിങ്ങൾ എപ്പോഴാണ് ബിരുദം നേടിയത്? വെൻ ഡിഡ് യു ഗ്രാജുവേറ്റ്? നിങ്ങൾ എപ്പോഴാണ് ബിരുദം നേടിയത്? അതുകൊണ്ടാണ് വെൻ, എപ്പോൾ, ആണ് നേടിയത്, പാസ്റ്റ് ടെൻസ്. വെൻ ഡിഡ് യു ഗ്രാജുവേറ്റ്? അവിടെ പറഞ്ഞത് കേട്ടോ, ഗ്രാജുവേറ്റ് എന്നല്ല, വെൻ ഡിഡ് യു ഗ്രാജുവേറ്റ്. അപ്പം ഞാൻ പറയുന്നത് ഞാൻ 2010 ബിരുദം നേടിയത്. ഐ ഗ്രാജുവേറ്റഡ് ഇൻ 2010. ഐ ഗ്രാജുവേറ്റഡ് ഇൻ 2010. അപ്പോൾ ഈ ജോബ് ഇൻ്റർവ്യൂസിലൊക്കെ പോകുമ്പോൾ ഈ വാക്ക് ശരിയായ രീതിയിൽ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഗ്രാജുവേറ്റ് എന്ന് പറയുന്നത് ബിരുദധാരി എന്ന അർത്ഥത്തിൽ, ബിരുദം നേടുക എന്നുള്ള അർത്ഥത്തിൽ ഗ്രാജുവേറ്റ് എന്ന് പറയും. അടുത്തത്, ഇവിടെ ഒരു പുസ്തകം ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇത് നിങ്ങളുടെ പുസ്തകമാണോ എന്ന്. അപ്പോൾ നിങ്ങളുടെ പുസ്തകം എന്നുള്ളത് എന്ത് പറയും? യോ ബുക്ക് എന്ന് പറയും അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് നിങ്ങളുടെ പുസ്തകമാണ് എന്ന് പറയണമായിരുന്നെങ്കിൽ ദിസ് ഇസ് യോ ബുക്ക് എന്ന് പറയും അല്ലേ? ഇവിടെ അത് ചോദ്യമാണ്. അപ്പോൾ അതിനെന്താ ചെയ്യുക? വാക്കുകൾ ഇത് തന്നെയാണ്. ദിസ് ഇസ് യോ ബുക്ക് എന്നുള്ള വാക്കുകൾ തന്നെ നമ്മൾ ആ വാക്കുകളുടെ ഓർഡർ ഒന്ന് മാറ്റിയിടുകയാണ്. അപ്പോൾ ഇസ് ദിസ് യോ ബുക്ക്? മനസ്സിലായോ എങ്ങനെ ചോദ്യം വന്നതെന്ന്? ഇസ് ദിസ് യോർ ബുക്ക്? ഇത് നിങ്ങളുടെ പുസ്തകമാണോ? അപ്പോൾ ആണ് എന്നാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും എന്നോട് പറയുന്നത്? അതേ എന്ന് പറയാൻ യെസ് ഇറ്റ് ഇസ് എന്ന് പറയും. അവിടെ യെസ് ദിസ് ഇസ് എന്നല്ല കേട്ടോ പറയുക, അതെ
അതെൻ്റെ പുസ്തകമാണെന്ന്. അതിൻ്റെ ഷോർട്ടായിട്ട് നമ്മൾ പറയുന്നതാണ് യെസ് ഇറ്റ് ഇസ്. ഇനി അല്ലെങ്കിൽ എന്ത് പറയും? നോ ഇറ്റ് ഇസ് നോട്ട്. അതായത് നോ ഇറ്റ് ഇസിൻറ്റ് എന്ന് പറയും. ഇറ്റ് ഇസ് നോട്ടാണ് ഇറ്റ് ഇസിൻറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ ആ ഷോർട്ടായിട്ട് ക്വസ്റ്റ്യനും ആൻസറും അവിടെ എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടത് ഇത് നിങ്ങളുടെ പുസ്തകമാണോ എന്നാണ്. ഇനി അടുത്തൊന്ന് ശ്രദ്ധിക്കണേ. അവിടെ ഒരു കാറ് കിടപ്പുണ്ട്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, അത് ജോണിൻ്റെ കാറല്ലേ? അത് ജോണിൻ്റെ കാറാണോ എന്നല്ല ചോദിച്ചത്, അത് ജോണിൻ്റെ കാർ അല്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ അവിടെ എന്ത് പറയും? Isn't that John's car? ജോണിൻ്റെ കാറാണ് ജോൺസ് കാർ. അപ്പോൾ അത് എന്നാണല്ലോ, അതുകൊണ്ട് ദാറ്റ് എന്നുള്ള വാക്കാണ് നമ്മൾ യൂസ് ചെയ്യുക. എന്നിട്ട് എന്താ ചോദിച്ചത്? അല്ലേ എന്ന് ചോദിക്കാൻ Isn't that John's car? മനസ്സിലായോ ചോദ്യം എങ്ങനെ വന്നു എന്ന്? അപ്പോൾ എൻ്റെ ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് ആണെന്ന് തോന്നുന്നു എന്നാണ്. അതായത് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്ന്. അപ്പം എന്ത് പറയും? ഐ തിങ്ക് സോ. അങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ഐ തിങ്ക് സോ. ഇനി അതിനെപ്പറ്റി എനിക്കറിയില്ല, എനിക്കൊരു ഐഡിയ ഇല്ല എന്ന് പറയില്ലേ? അവിടെ എന്താ നിങ്ങൾ ഉത്തരം പറയുക? ഐ ഹാവ് നോ ഐഡിയ. എനിക്കറിയില്ല എന്ന്, എനിക്കതിനെപ്പറ്റി ഒരു ധാരണയില്ല. ഐ ഹാവ് നോ ഐഡിയ. അപ്പോൾ മുൻപത്തെ ചോദ്യം ഓർമ്മയുണ്ടല്ലോ, ഇത് നിങ്ങളുടെ പുസ്തകമാണോ എന്നുള്ളത് എന്താ ചോദിച്ചേ? ഇസ് ദിസ് യുവർ ബുക്ക്? ഇനി ഇവിടെ 2 ഷൂസ് ഇരിപ്പുണ്ട് എൻ്റെ അടുത്ത്, ഒരു പെയർ ഓഫ് ഷൂസ്. അപ്പോൾ 2 ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇവ നിങ്ങളുടെ ഷൂസ് ആണോ എന്നാണ്. അപ്പോൾ ഇത് എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ദിസ് എന്ന് പറഞ്ഞു, പക്ഷേ ഇവ എന്നുള്ളതിന് ദീസ് എന്നാണ് പറയുക. അപ്പോൾ ചോദ്യം എങ്ങനെ തുടങ്ങും? ആർ ദീസ് യോർ ഷൂസ്? ഇവ. ആർ ദീസ് യോർ ഷൂസ്? അപ്പോൾ ദീസ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലുള്ളതായതുകൊണ്ടാണ് നമ്മൾ ഇസ് ദീസ് എന്ന് പറയാത്തത്. ഇസ് ദിസ്, പക്ഷേ ആർ ദീസ്. അപ്പം നിങ്ങൾ അതിന് പറയുന്ന ഉത്തരം അവ എൻ്റെ ഷൂസ് അല്ല എന്നാണ്, അവ എൻ്റേതല്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം എന്ത് പറയും? എൻ്റേത് എന്നുള്ളതിന് മൈൻ എന്നാണ് പറയുക. ഇനി അവ എന്നുള്ളതിന് ദോസ് എന്ന് പറയും. അപ്പം നിങ്ങൾ എന്താ പറയുക? നോ, ദോസ് ആർ ഇൻ മൈൻ. അല്ലെങ്കിൽ ദോസ് ആർ ഇൻ മൈ ഷൂസ് എന്നും പറയാം. അത് അതേപടി ചോദ്യം ആവർത്തിക്കാതിരിക്കാനാണ് നമ്മൾ അവ എൻ്റേതല്ല എന്ന് പറയുന്നത്. അപ്പോൾ ദോസ് ആർ ഇൻ മൈൻ. അല്ലെങ്കിൽ നോ ദേ ആർ ഇൻ മൈൻ എന്നും പറയാം. ദോസ് എന്നോ ദേ എന്നോ പറയാം. അപ്പോൾ ഇറ്റ് എന്നുള്ളതിന് നമ്മൾ ഒരെണ്ണത്തിനെ കുറിച്ച് പറയുന്ന വാക്കല്ലേ, അതിൻ്റെ പ്ലൂറലായിട്ട് വരുന്നതാണ് ദേ. അപ്പോൾ നോ ദോസ് ആർ ഇൻ മൈൻ അല്ലെങ്കിൽ ദേ ആർ ഇൻ മൈൻ എന്ന് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട പല ക്വസ്റ്റ്യൻസും സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വരുന്നതായിരുന്നു. അതുകൊണ്ടാണ് ഇസ് ദിസ് യുവർ ബുക്ക് അല്ലെങ്കിൽ ആർ ദീസ് യുവർ ഷൂസ് എന്നൊക്കെ നമ്മൾ ചോദിച്ചത്. ഇസ് ആർ ഒക്കെ അല്ലേ വന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ആ ക്വസ്റ്റ്യൻസിലൊന്നും ഇസ് ആർ അല്ലാതെ വേറെ ഒരു വേർബും വന്നിട്ടില്ല, വേറെ ING ഫോമൊന്നും വന്നില്ലല്ലോ. ഇനി അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇനി ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുകയാണ്, അവൾ എന്തിനാണ് കരയുന്നത്? അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്നത് വൈ ഇസ് ഷീ ക്രൈയിങ് എന്നാണ്. എന്തുകൊണ്ട്? കാരണമാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് വൈ വരുന്നത് കേട്ടോ. അപ്പോൾ വൈ ഇസ് ഷീ ക്രൈയിങ്. ശ്രദ്ധിക്കണേ, വൈ ഷീ ഈസ് ക്രൈയിങ് എന്ന് നമ്മൾ ചോദിക്കില്ല. അവൾ കരയുകയാണെന്നുള്ളതിന് ഷീ ഈസ് ക്രൈയിങ് എന്ന് പറയും. പക്ഷെ ചോദ്യം ചോദിക്കുമ്പോൾ ഷീ ഈസ് അല്ല, ഇസ് ഷീ എന്ന് വരണം. അപ്പോൾ വൈ ഇസ് ഷീ ക്രൈയിങ് എന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ ചോദിച്ചത് അവളെക്കുറിച്ച്, ഷീ ആണ് വന്നത്. ഇനി അവരെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിലോ, അവരെന്താ ചിരിക്കുന്നത്? അപ്പോൾ അവരാണ്, ഒന്നിൽ കൂടുതൽ പേരില്ലേ, ദേ ആണ് വരിക. അവിടെ എങ്ങനെയാണ് ചോദ്യം വരിക? വൈ ആർ ദേ ലാഫിങ്? വൈ ഇസ് ദേ അല്ല, വൈ ആർ ദേ ലാഫിങ്. മനസ്സിലായോ? അപ്പോൾ ഒരാൾ ഹീ ഷീ ഒക്കെ ആണെങ്കിൽ വൈ ഇസ് ഷീ, വൈ ഇസ് ഹീ അങ്ങനെ വരും. ഇനി ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ദേ അല്ലെങ്കിൽ വി ഒക്കെ ആണെങ്കിൽ ആറാണ് വരിക. വൈ ആർ ദേ ക്രൈയിങ്, വൈ ആർ ദേ ലാഫിങ് എന്നാണ് ചോദിക്കുക. അപ്പോൾ ഇവിടെ ഇസ് അല്ലെങ്കിൽ ആറൊക്കെ വന്നു, പക്ഷെ അത് കഴിഞ്ഞിട്ട് വേർബിൻ്റെ കൂടെ ING വന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കണ്ടത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കൂട്ടോ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഹാപ്പി ആയിരുന്നോ എന്ന്. ആയിരുന്നോ എന്നാണ് ചോദ്യം. അപ്പോൾ അവിടെ പാസ്റ്റ് ടെൻസ് വരണ്ടേ. ഇനി ചോദിക്കുന്നത് നിങ്ങളോടാണ്. അപ്പോൾ ഇവിടെ യു അല്ലേ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചോദ്യം തുടങ്ങുക? വർ യു ഹാപ്പി എന്നാണ് ചോദിക്കുക. വർ യു ഹാപ്പി? അപ്പോൾ നിങ്ങളവിടെ പറയുന്നത് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു എന്നാണെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ അതേപോലെ തന്നെ നമ്മൾ യെസ് ഐ വാസ് വെരി ഹാപ്പി എന്ന് പറയണമെന്നില്ല. അതിന് പകരം വെരി മച്ച് സോ എന്ന് പറയാം. എന്ന് വെച്ചാൽ ശരിക്കും അങ്ങനെ ആയിരുന്നു എന്ന്. വെരി മച്ച് സോ. സോ എന്ന് വെച്ചാൽ എന്താ ചോദിച്ചത്? നമ്മൾ ഹാപ്പി ആയിരുന്നു എന്നല്ലേ. വെരി മച്ച് സോ എന്ന് വെച്ചാൽ ശരിക്കും അങ്ങനെ ആയിരുന്നു എന്ന് തന്നെയാണ് അർത്ഥം. ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ കേട്ടോ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ വൈകിയതിന്
അവൾ നിങ്ങളോട് ദേഷ്യത്തിലായിരുന്നോ എന്നാണ്. അപ്പോൾ ഇവിടെ അവളുടെ കാര്യമാണ് ചോദിക്കുന്നത്. അവൾക്ക് ദേഷ്യമായോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെയും പാസ്റ്റ് ടെൻസ് ആണ് പറയുന്നത്. അവൾ ദേഷ്യത്തിലായിരുന്നോ എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. പക്ഷേ യു അല്ല, ഷീ ആണ് വരുന്നത്. അതുകൊണ്ട് വേറല്ല ആദ്യം വരുന്നത് ക്വസ്റ്റ്യനിൽ അല്ലേ. ആദ്യം വരേണ്ടത് വാസ് ആണ്, ഷീ അല്ലേ. അപ്പോൾ എന്താ ചോദിക്കുക? വാസ് ഷീ ആംഗ്രി വിത്ത് യു? നിങ്ങളോട് ദേഷ്യത്തിലായിരുന്നോ? എന്തിന്? വൈകിയതിന്. ഫോർ ബീയിങ് ലേറ്റ്, വൈകിയതിന്. അതിനാണ് ഫോർ ബീയിങ് ലേറ്റ് എന്ന് ചോദിക്കുന്നത്. ചോദ്യം കിട്ടിയോ? വാസ് ഷീ ആംഗ്രി വിത്ത് യു ഫോർ ബീയിങ് ലേറ്റ്? അപ്പം നിങ്ങൾ പറയാണ് എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരുന്നു എന്ന്. അതായത് അവൾ ദേഷ്യത്തിലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്നൊക്കെ ഒരു അർത്ഥത്തിൽ ഐ ഗെസ് എന്ന് പറഞ്ഞ് തുടങ്ങാം. ഐ ഗെസ് ഷി വാസ്. അതായത് എനിക്കങ്ങനെ തോന്നുന്നു എന്ന് ഉറപ്പില്ല. ഐ ഗെസ് ഷി വാസ്. ഷി വാസ് എന്ത്? ഷി വാസ് ആംഗ്രി വിത്ത് മീ. അത് മുഴുവൻ പറയാതിരിക്കാനാണ് ഐ ഗെസ് ഷി വാസ് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മൾ കണ്ട രണ്ട് ക്വസ്റ്റ്യൻസിലും വാസും വേറും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ അത് കഴിഞ്ഞിട്ട് വേർബിൻ്റെ ING ഫോമൊന്നുമില്ല അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ഈ കണ്ടത് പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആയിരുന്നു. പക്ഷെ ചിലപ്പോൾ ഈ പാസ്റ്റ് ടെൻസ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരും. അതായത് വേർബിൻ്റെ ING ഫോം കൂടെ വരും ഈ വാസും വേറും ഒക്കെ കഴിഞ്ഞിട്ട്. അങ്ങനെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നോക്കാം. അപ്പം ഞാൻ ചോദിക്കുകയാണ്, കുട്ടികൾ ഉറങ്ങുകയായിരുന്നോ എന്ന്. ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ അവിടെ ഒരു കണ്ടിന്യൂസ് ടെൻസ് ആണ് വരുന്നത്, പാസ്റ്റ് ടെൻസുമാണ്. അപ്പം എങ്ങനെയാണ് ചോദിക്കുക? were the kids sleeping? കുട്ടികൾ ഉറങ്ങുകയായിരുന്നോ? were the kids sleeping? അപ്പോൾ ആയിരുന്നു എന്നാണെങ്കിൽ യെസ് they were എന്ന് പറയും നമ്മൾ. മനസ്സിലായോ? യെസ് they were. അപ്പോൾ എനിക്ക് ചോദിക്കണം, ഗേൾസ് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നോ? പാടുകയായിരുന്നോ? were the girls singing? മനസ്സിലായോ? ഒരു ഗേൾ മാത്രം പാടുകയായിരുന്നെങ്കിലോ? was the girl singing? അപ്പോൾ ഒരു പെൺകുട്ടിയുള്ളൂ, was the girl singing. കുറേ പെൺകുട്ടികളുണ്ടെങ്കിൽ were the girls singing എന്നാണ് ചോദ്യം വരിക. മനസ്സിലായല്ലോ? അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കണ്ടത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്തത് നമ്മൾ പലപ്പോഴും പലരോടും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ എത്ര മണിക്കാണ് സാധാരണ ഉണരാറുള്ളത് എന്ന് ചോദിക്കാറില്ലേ? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? ഈ ഉണരുക എന്നുള്ളതിന് ടു വേക്കപ്പ് എന്ന് പറയാം. ഉണർന്ന് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുക എന്നുള്ളൊരു അർത്ഥത്തിലാണെങ്കിൽ ടു ഗെറ്റപ്പ് എന്ന് പറയണമായിരുന്നു. പിന്നെ പതിവായി എന്ന അർത്ഥത്തിൽ യൂഷ്വലി എന്ന് പറയും. ഇവിടെ നമ്മൾ എപ്പോഴാണെന്നല്ല എത്ര മണിക്കെന്ന് തന്നെ ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് വാട്ട് ടൈം എന്ന് ചോദിക്കുന്നതാണ് നല്ലത്. എപ്പോൾ എന്നുള്ളതിന് വെൻ എന്ന് ചോദിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ വാട്ട് ടൈമാണ് കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ ചോദ്യം എങ്ങനെ വരും? വാട്ട് ടൈം ഡു യു യൂഷ്വലി വേക്കപ്പ് എന്നാണ് ചോദ്യം. ഇത് നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ലേ ചോദിക്കുന്നത് അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഡു യൂസ് ചെയ്തത്. എന്തുകൊണ്ട് ഡു വന്നു? നമ്മൾ പറയുന്നത് നിങ്ങളോടാണ് ചോദ്യം വരുന്നത്, യു ആണുള്ളത് അല്ലേ. അതുകൊണ്ട് ഡു യു, ഡസ് യു എന്ന് പറയാൻ പറ്റില്ല. വാട്ട് ടൈം ഡു യു യൂഷ്വലി വേക്കപ്പ്? അവളെക്കുറിച്ചാണെങ്കിൽ വാട്ട് ടൈം ഡസ് ഷീ യൂഷ്വലി വേക്കപ്പ് എന്ന് ചോദിക്കുമായിരുന്നു. മനസ്സിലായോ? അപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാനാണ് നമ്മളിങ്ങനെ ഡു അല്ലെങ്കിൽ ഡസ് ഒക്കെ വെച്ച് ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കണ്ടത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വരുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം, ഞാൻ പതിവായി 6 മണിക്കാണ് ഉണരാറുള്ളത്. ഐ യൂഷ്വലി വേക്ക് അപ്പ് അറ്റ് 6. 6 മണിക്ക്, അറ്റ് 6, അതായത് 6 o'clock എന്നാണ് അർത്ഥം. ഐ യൂഷ്വലി വേക്ക് അപ്പ് അറ്റ് 6. പക്ഷേ അടുത്ത ചോദ്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ചോദിക്കുന്നത് ഇന്ന് രാവിലെ നിങ്ങൾ എത്ര മണിക്കാണ് ഉണർന്നത് എന്നാണ്. അപ്പോൾ ഈ ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുക? ഇന്ന് രാവിലെ. അപ്പോൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചേക്കാം അല്ലേ. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് വൈകിട്ട് ഒരു 7 മണിക്കാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഇന്ന് രാവിലെ എന്ന് പറയുന്നത് പാസ്റ്റിൽ കഴിഞ്ഞ കാര്യമല്ലേ. അപ്പോൾ അവിടെ വരേണ്ടത് പാസ്റ്റ് ടെൻസ് ആണ്. മനസ്സിലായോ? അപ്പോൾ അവിടെ ചോദിക്കുക വാട്ട് ടൈം ഡിഡ് യു വേക്ക് അപ്പ് ദിസ് മോർണിംഗ് എന്നാണ്. എന്താണ് ഈ ദിസ് മോർണിംഗ്? ഇന്ന് രാവിലെ എന്നുള്ളതിന് നമ്മൾ ടുഡേ മോർണിംഗ് എന്ന് പറയുന്നതിലും നാച്ചുറലായിട്ട് തോന്നുക ദിസ് മോർണിംഗ് എന്ന് പറയുമ്പോഴാണ്. ടുഡേ മോർണിംഗ് എന്ന് പറയാറില്ല. അപ്പോൾ എന്താ ചോദ്യം? വാട്ട് ടൈം ഡിഡ് യു വേക്ക് അപ്പ് ദിസ് മോർണിംഗ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഈ ഡിഡ് വെച്ച് വന്ന ക്വസ്റ്റ്യൻ ഇല്ലേ, ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. തൊട്ട് മുൻപ് നമ്മൾ കണ്ടത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയിരുന്നു. വാട്ട് ടൈം ഡു യു വേക്ക് അപ്പ് ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. വാട്ട് ടൈം ഡിഡ് യു വേക്ക് അപ്പ് അത് സിമ്പിൾ പാസ്റ്റിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ. ഇതുപോലെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നമ്മളൊരു ഡോക്ടറെ അടുത്ത് ചെന്നു.
അപ്പോൾ അവിടെ റിസപ്ഷനിസ്റ്റ് നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ടോ എന്ന്. എന്താ ചോദിക്കുക? ഡു യു ഹാവ് എൻ അപ്പോയിൻമെൻറ്റ്? ഡു യു ഹാവ് ആൻ അപ്പോയിൻമെൻറ്റ്? അപ്പോയിൻമെൻറ്റ് ഉണ്ടോ എന്നല്ലേ ചോദിച്ചത്. അതിന് ഡു യു ഹാവ് ഉണ്ടോ എന്നാണ് ചോദ്യം. ഡു യു ഹാവ് ആൻ അപ്പോയിൻമെൻറ്റ്? യു ആയതുകൊണ്ടാണ് ഡു വന്നത് കേട്ടോ. ഇനി ഹി ആയിരുന്നെങ്കിലോ? ഡസ് ഹി ഹാവ് ആൻ അപ്പോയിൻമെൻറ്റ്? അവിടെ ഹി ആയതുകൊണ്ട് ഡസ് വരും, പക്ഷേ ഹാവ് അത് തന്നെ വരണം. ഡസ് ഹി ഹാവ് ആൻ അപ്പോയിൻമെൻറ്റ്? അപ്പോൾ അതിന് നിങ്ങൾ ഉത്തരം പറയുന്നത് ഉണ്ട് എന്നാണെങ്കിൽ ഷോർട്ടായിട്ട് യെസ് ഐ ഡു എന്നാണ് ഉത്തരം വരിക. നിങ്ങൾ ആ ചോദ്യം നോക്കൂ. ഡു വെച്ചാണ് ചോദ്യം തുടങ്ങിയത് അല്ലേ? ഡു യു ഹാവ് എൻ അപ്പോയിൻമെൻറ്റ്? അപ്പോൾ അവിടെ ഉത്തരമായിട്ട് നമ്മൾ പറയുന്നത് യെസ് ഐ ഡു. ആ ചോദ്യത്തിന് ആദ്യം വന്ന് ഡു ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഹെൽപ്പിംഗ് വേർബ് എന്നാണ് വിളിക്കുക. ആ ഡു ആണ് ഷോർട്ട് ആൻസറിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. യെസ് ഐ ഹാവ് എന്നല്ല പറയേണ്ടത്, യെസ് ഐ ഡു. കാരണം ആ ചോദ്യത്തിൽ ഡു ആണ് ഹെൽപ്പിംഗ് വേർബ്, ഹാവ് എന്നുള്ളത് മെയിൻ വേർബാണ്. അപ്പോൾ ഷോർട്ട് ആൻസറിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഹെൽപ്പിംഗ് വേർബിനെയാണ്. അതുകൊണ്ടാണ് യെസ് ഐ ഡു എന്ന് ഉത്തരമായിട്ട് വന്നത്. ഇതേപോലെ ഡു വെച്ച് തുടങ്ങുന്ന വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് ഒരാളോടല്ല കേട്ടോ, ഇവിടെ ഒന്നിലധികം പേരോടാണ് ചോദിക്കേണ്ടത്. ചോദ്യം ഇതാണ്: നിങ്ങളും ഞങ്ങളെപ്പോലെ അതേ സ്ട്രീറ്റിൽ തന്നെയാണോ കഴിയുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ മലയാളത്തിൽ നമ്മൾ ഒരാളോടാണെങ്കിലും ഒന്നിലധികം പേരോടാണെങ്കിലും നിങ്ങൾ എന്നല്ലേ പറയുന്നത്. അതേപോലെ തന്നെയാണ് ഇംഗ്ലീഷിലും. ഒന്നിൽ കൂടുതൽ പേരാണെങ്കിലും ഒരാൾ മാത്രമേ ഉള്ളെങ്കിലും യു എന്നാണ് പറയുക അല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചോദ്യം വരിക? ഡു യു ലിവ് ഇൻ ദ സെയിം സ്ട്രീറ്റ് ആസ് അസ്? ഞങ്ങളെപ്പോലെ അതേ സ്ട്രീറ്റിൽ തന്നെയാണോ നിങ്ങളും താമസിക്കുന്നത്, കഴിയുന്നത്? ഡു യു ലിവ് ഇൻ ദ സെയിം സ്ട്രീറ്റ് ആസ് അസ് എന്നാണ് ചോദ്യം. അപ്പോൾ അവിടെ ഉത്തരമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് യെസ് എന്നോ നോ എന്നോ പറഞ്ഞാൽ മതി. പക്ഷേ അതെ, ഞങ്ങൾ അവിടെയാണ് താമസിക്കുന്നത് എന്ന് ഒരു സെൻറ്റൻസ്, അത് ഷോർട്ട് ആൻസറായിട്ട് പറയണമെങ്കിൽ യെസ് വി ഡു എന്ന് പറയും. ആ ഡു എവിടെ നിന്ന് വന്നതെന്ന് മനസ്സിലായോ? ആ ക്വസ്റ്റ്യൻ്റെ ആദ്യം ഒരു ഡു ഇല്ലേ, ഹെൽപ്പിംഗ് വേർബ്, ആ ഡു ആണ് നമ്മൾ യൂസ് ചെയ്തത്. യെസ് വി ഡു, അല്ലെങ്കിലോ നോ വി ഡോണ്ട് എന്ന് പറയുമായിരുന്നു. പക്ഷേ അടുത്ത ചോദ്യം ഞാൻ കുറച്ചൊരു വ്യത്യാസം വരുത്തിക്കൊണ്ടാണ് ചോദിക്കുന്നത്. എൻ്റെ ചോദ്യം: നിങ്ങളും ഞങ്ങളെപ്പോലെ അതേ സ്ട്രീറ്റിൽ തന്നെയല്ലേ താമസിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. മുൻപ് ആണോ എന്ന് ചോദിച്ചു, ഇവിടെ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചോദ്യം തുടങ്ങുക എന്നറിയാമോ? ഡോണ്ട് വരണം. ഡോണ്ട് യു ലിവ് ഇൻ ദ സെയിം സ്ട്രീറ്റ് ആസ് അസ്? ഞങ്ങളെപ്പോലെ അതേ സ്ട്രീറ്റിലല്ലേ നിങ്ങളും കഴിയുന്നത്? ഡോണ്ട് യു ലിവ് ഇൻ ദ സെയിം സ്ട്രീറ്റ് ആസ് അസ്. പക്ഷേ ഇവിടുത്തെ ഉത്തരം മുൻപത്തെ പോലെ തന്നെയാണ്. ആണ് എന്നാണെങ്കിൽ നിങ്ങൾ പറയും യെസ് വി ഡു, അല്ലെങ്കിലോ നോ വി ഡോണ്ട് എന്ന് പറയും. മനസ്സിലായോ? പക്ഷേ ഇനി അടുത്ത ചോദ്യത്തിൽ ഞാൻ കുറേ കൂടെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. കാരണം ഇവിടെ ഞാൻ പാസ്റ്റിലെ കാര്യമാണ് ചോദിക്കുന്നത്. എങ്ങനെ? പാസ്റ്റിൽ പതിവായിട്ട് നിങ്ങൾ ഇതേ സ്ട്രീറ്റിൽ തന്നെയാണോ കഴിഞ്ഞിരുന്നത് എന്നാണ് എനിക്ക് ചോദിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ചോദ്യം വരിക എന്നറിയാമോ? അവിടെ നമുക്ക് യൂസ് ടുവിൻ്റെ ആവശ്യം വരും. അപ്പോൾ ചോദ്യം തുടങ്ങുന്നത് ഡിഡ് വെച്ചിട്ടാണ്. പക്ഷേ ഡിഡ് യു യൂസ് ടു ലിവ് ഇൻ ദ സെയിം സ്ട്രീറ്റ് ആസ് അസ് എന്ന് ചോദിച്ചു. ഡിഡ് യു യൂസ് ടു ലിവ്? പണ്ട് നിങ്ങൾ അവിടെയാണോ പതിവായിട്ട് താമസിക്കുമായിരുന്നത് എന്ന്. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഡിഡ് വന്നത് കൊണ്ട് പിന്നെ യൂസ്ഡ് ടു ഇല്ല. ഡിഡ് യു യൂസ് ടു ലിവ്? ശ്രദ്ധിക്കണേ, പലർക്കും പറ്റുന്ന തെറ്റാണ്. കാരണം നമ്മളിത് യൂസ് ടു എന്നുള്ളത് പറയുമ്പോൾ യൂസ്ഡ് ടു ആണെങ്കിലും വെറുതെ യൂസ് ടു ആണെങ്കിലും എല്ലാവരും പറയുന്നത് യൂസ് ടു എന്ന് മാത്രമായിരിക്കും. അതുകൊണ്ട് പലരും വിചാരിക്കുന്നത് ഡിഡ് കഴിഞ്ഞിട്ടും യൂസ്ഡ് ടു എന്ന് എഴുതണം എന്നാണ്. അല്ല, ഡിഡ് വന്നതുകൊണ്ട് പിന്നെ യൂസ്ഡ് വേണ്ട, യൂസ് മാത്രം മതി. ഡിഡ് യു യൂസ് ടു ലിവ് ഇൻ ദ സെയിം സ്ട്രീറ്റ് ആസ് അസ് എന്നാണ് അവിടെ ചോദ്യം വരുന്നത്. അവിടെ ഉത്തരം യെസ് വി ഡിഡ് അല്ലെങ്കിൽ നോ വി ഡിഡിൻറ്റ് എന്നാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ യൂസ് ടു വരുന്ന തരം ഒന്ന് രണ്ട് ചോദ്യങ്ങളൂടെ നോക്കാം. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്: പണ്ടൊക്കെ നിങ്ങൾ പതിവായിട്ട് പുകവലിക്കുമായിരുന്നോ എന്നാണ്. അപ്പോൾ പുകവലിക്കുക എന്നുള്ളതിന് ടു സ്മോക്ക് എന്നാണ് പറയുക. പുകയ്ക്ക് സ്മോക്ക് എന്നാണ് പറയുന്നത്. പുകവലിക്കുക എന്നുള്ള വേർബിനും ടു സ്മോക്ക് എന്ന് തന്നെ പറയും കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചോദ്യം തുടങ്ങുക? ഡിഡ് യു യൂസ് ടു സ്മോക്ക്? മനസ്സിലായോ? ഡിഡ് യു യൂസ് ടു സ്മോക്ക്? യൂസ്ഡ് ഇല്ല കേട്ടോ, ശ്രദ്ധിക്കണേ. ഇനി അടുത്തത്: അവൾ പണ്ട് പതിവായിട്ട് കണ്ണട വയ്ക്കുമായിരുന്നു. അപ്പോൾ കണ്ണട എന്നുള്ളതിന് നമുക്ക് വെറുതെ ഗ്ലാസസ് എന്ന് മാത്രം പറയാം, ഐ ഗ്ലാസസ് എന്നും പറയാം, അല്ലെങ്കിൽ വെറുതെ ഗ്ലാസസ് എന്ന് പറയാം. അപ്പോൾ ഡിഡ് ഷീ യൂസ് ടു വെയർ ഗ്ലാസസ്? ഡിഡ് ഷീ യൂസ് ടു വെയർ ഗ്ലാസസ്? അപ്പോൾ ഇവിടെ ഷീ ആണെങ്കിലും യു ആണെങ്കിലും ഒക്കെ പാസ്റ്റ് ടെൻസിൽ ഡിഡ് തന്നെ വരും. അപ്പോൾ ഡിഡ് യു യൂസ് ടു, അതേപോലെ ഡിഡ് ഷീ യൂസ് ടു.
ഷീ യൂസ് ടു വെയർ ഗ്ലാസ്സസ് എന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡു, ഡിഡ് ഒക്കെ വരുന്ന തരം ചോദ്യങ്ങളുടെ വ്യത്യാസം ഇപ്പോൾ മനസ്സിലായല്ലോ. ഇപ്പം എനിക്ക് ചോദിക്കണം, നിങ്ങൾ ഒരു സ്കൂളിലാണോ ജോലി ചെയ്യുന്നത്? ഡു യു വർക്ക് ഇൻ എ സ്കൂൾ എന്ന് ചോദിക്കാം. അതായത് ഇപ്പോൾ പതിവായിട്ട് ചെയ്യുന്നൊരു ജോലിയെക്കുറിച്ചല്ലേ ചോദിക്കുന്നത്, അല്ലേ? പ്രസൻറ്റ് ടെൻസിലെ കാര്യമല്ലേ. അപ്പോൾ ഡു യു വർക്ക് ഇൻ എ സ്കൂൾ എന്ന് ചോദിക്കാം. അവിടെ വേണമെങ്കിൽ വർക്ക് അറ്റ് എ സ്കൂൾ എന്ന് പറയാം കേട്ടോ, രണ്ടും ഓക്കെ ആണ്. ഇനി നിങ്ങൾ ഒരു സ്കൂളിലാണോ ജോലി ചെയ്തിരുന്നത് എന്നതിന് ഡിഡ് യു വർക്ക് ഇൻ എ സ്കൂൾ എന്നാണ് ചോദ്യം വരിക. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ് ഡിഡ് വന്നത്. പക്ഷേ അടുത്ത ചോദ്യം ശ്രദ്ധിക്കണം. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എപ്പോഴെങ്കിലും സ്കൂളിൽ ജോലി ചെയ്തിട്ടുണ്ടോ എന്നാണ്. ചെയ്തോ എന്നല്ല, ചെയ്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ അവിടെ നമ്മൾ ഹാവ് എന്നൊരു വാക്ക് വെച്ചാണ് ചോദ്യം തുടങ്ങുന്നത്. എന്താ ചോദിക്കാമെന്നറിയാമോ? ഹാവ് യു എവർ വർക്ക്ഡ് ഇൻ എ സ്കൂൾ? എപ്പോഴെങ്കിലും എന്ന് പറഞ്ഞില്ലേ, അതിനാണ് എവർ കൂടെ നമ്മൾ ചേർത്തത്. ഹാവ് യു എവർ വർക്ക്ഡ് ഇൻ എ സ്കൂൾ? ശരിക്കും പറഞ്ഞാൽ ഹാവ് യു വർക്ക്ഡ് ഇൻ എ സ്കൂൾ എന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. ആ എപ്പോഴെങ്കിലും വരാനാണ് എവർ നമ്മൾ ഇടയ്ക്ക് ചേർത്തത്. അപ്പോൾ ഹാവ് യു എവർ വർക്ക്ഡ് ഇൻ എ സ്കൂൾ? അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ യു ആയതുകൊണ്ടാണ് ഹാവ് വന്നത്. ഹാവ് കഴിഞ്ഞിട്ട് ആ വേർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് യൂസ് ചെയ്തത്. ഹാവ് യു എവർ വർക്ക്ഡ്? വർക്ക് എന്ന് പറയുന്ന വേർബിന് രണ്ട് ഫോംസ് അത് കഴിഞ്ഞ് വരുമല്ലോ. വർക്ക്, വർക്ക്ഡ് പാസ്റ്റ് ടെൻസ്, പിന്നെയും ഒരു വർക്ക്ഡ് വരും പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ആ മൂന്നാമത്തെ ഫോമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഹാവ് യു എവർ വർക്ക്ഡ് ഇൻ എ സ്കൂൾ എന്നാണ് അവിടെ ചോദ്യം വന്നത്. അപ്പോൾ ഈ ഒരു ടെൻസിന് നമ്മൾ പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്നാണ്. ഹാസ് അല്ലെങ്കിൽ ഹാവ് ഒക്കെ വെച്ചായിരിക്കും അങ്ങനെയുള്ള ചോദ്യങ്ങൾ തുടങ്ങുക. ഇവിടെ യു ആയതുകൊണ്ട് ഹാവ് വന്നു. ഷീ അല്ലെങ്കിൽ ഹീ ഒക്കെ ആണെങ്കിൽ ഹാസ് ആദ്യം വരുമായിരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ഗോവയിൽ കഴിഞ്ഞിട്ടുണ്ടോ, താമസിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ ലിവ്ഡ് ഇൻ ഗോവ? അപ്പോൾ യു ആണല്ലോ ഇവിടെ വരുന്നത്, അതുകൊണ്ടാണ് ഹാവ് ആദ്യം വന്നത്. ഹാവ് യു എവർ ലിവ്ഡ് ഇൻ ഗോവ? ലിവ് എന്ന വേർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് ഞാൻ പറയുന്നത് ഞാൻ അവിടെ താമസിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ യെസ് ഐ ഹാവ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. വേണമെങ്കിൽ യെസ് ഐ ഹാവ് ലിവ്ഡ് ഇൻ ഗോവ എന്ന് പറയാം. അതിന് പകരം ഷോർട്ട് ആൻസറായിട്ട് യെസ് ഐ ഹാവ്. ആ ഹാവ് എവിടെ നിന്നാണ് വന്നേ? ആ ക്വസ്റ്റ്യൻ്റെ ആദ്യം വന്നിരിക്കുന്നത് ഹാവ് എന്ന ഹെൽപ്പിംഗ് വേർബാണ് അല്ലേ. ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ലിവ്ഡ് എന്ന വേർബ് കാണാമല്ലോ. ഹാവ് ഹെൽപ്പിംഗ് വേർബാണ്. അപ്പോൾ ആ ഷോർട്ട് ആൻസറിൽ ആ ഹെൽപ്പിംഗ് വേർബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. യെസ് ഐ ഹാവ്. ഇനി അങ്ങനെ ഗോവയിൽ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല എന്നാണെങ്കിലോ, നോ ഐ ഹാവ് നെവർ ലിവ്ഡ് ദെയർ എന്ന് പറയാം. നോ ഐ ഹാവ് നെവർ ലിവ്ഡ് ദെയർ. ഇനി ഇതുപോലെ ഹാസ് വെച്ച് തുടങ്ങുന്ന ഒരു ചോദ്യം കൂടെ നോക്കാം. അപ്പോൾ എനിക്ക് ചോദിക്കേണ്ടത്, അയാൾ എപ്പോഴെങ്കിലും തായ് ഫുഡ് കഴിച്ചിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ എങ്ങനെ ചോദിക്കുക? ഹാസ് ഹി എവർ ഈറ്റൻ തായ് ഫുഡ്? കണ്ടോ, കഴിക്കുക എന്നുള്ളതിന് ഈറ്റൻ എന്നല്ലേ പറയുന്നത്, അതിന് മൂന്നാമത്തെ ഫോമാണ് ഈറ്റൻ. അപ്പോൾ ഹാസ് ഹി എവർ ഈറ്റൻ തായ് ഫുഡ്? അങ്ങനെ വരും ചോദ്യം. ഈറ്റൻ എന്നുള്ളതിന് പകരം എപ്പോഴെങ്കിലും രുചിച്ച് നോക്കിയിട്ടുണ്ടോ എന്നുള്ളതിന് ട്രൈഡ് എന്നും നമുക്ക് ചോദിക്കായിരുന്നു. ഹാസ് ഹി എവർ ട്രൈഡ് തായ് ഫുഡ് എന്നും ചോദിക്കായിരുന്നു. ഇനി അടുത്ത ചോദ്യം നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. അവൾ നിങ്ങളോട് മീറ്റിങ്ങിനെ പറ്റി ഒന്നും പറഞ്ഞില്ലേ? പറഞ്ഞോന്നല്ല, പറഞ്ഞില്ലേ. പാസ്റ്റ് ടെൻസ് ആണ്, പക്ഷെ ഇത് നെഗറ്റീവായിട്ട് വരണം. അപ്പം എങ്ങനെ ചോദിക്കുക? ഡിഡിൻ ഷീ ടെൽ യു അബൌട്ട് ദ മീറ്റിംഗ്? ഡിഡിൻ ഷീ ടെൽ യു അബൌട്ട് ദ മീറ്റിംഗ്? മനസ്സിലായോ? ഡിഡിൻ ഷീ ടെൽ യു, അങ്ങനെയാണ് ചോദ്യം വന്നത്. അപ്പോൾ പറഞ്ഞു എന്നാണ് ഉത്തരവെങ്കിൽ നിങ്ങൾ എങ്ങനെ പറയുന്നത്? യെസ് ഷീ ഡിഡ്. പറഞ്ഞില്ല എന്നാണെങ്കിൽ നോ ഷീ ഡിഡിൻറ്റ്. ചിലപ്പോൾ നമുക്ക് ആരെയെങ്കിലും ഫോണിലൊക്കെ വിളിക്കേണ്ടി വരുമ്പോൾ അതിന് മുൻപ് തന്നെ നമ്മൾ അവരോട് ചോദിക്കില്ലേ, നിങ്ങൾ വിളിക്കാൻ പറ്റിയ സമയം എപ്പോഴാണ് എന്ന്. അതായത് നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു സമയം എപ്പോഴാണെന്നാണ് ഈ ചോദിക്കുന്നത് കേട്ടോ. അതിന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാവുന്നൊരു ഫ്രേസാണ് എ ഗുഡ് ടൈം. അപ്പോൾ ചോദ്യം വരുന്നത് വെൻ ഇസ് എ ഗുഡ് ടൈം ടു കോൾ യു എന്നാണ്. വെൻ ഇസ് എ ഗുഡ് ടൈം ടു കോൾ യു. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് പറയേണ്ടത് നിങ്ങൾക്ക് എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു പെർമിഷൻ നിങ്ങൾ എനിക്ക് തരുമല്ലേ. അവിടെ ആ സെൻറ്റൻസ് വരുന്നത് യു ക്യാൻ കോൾ മീ എനി ടൈം എന്നാണ് കേട്ടോ. ഇനി നിങ്ങൾ പറയുകയാണ് നിങ്ങൾക്ക് എന്നെ 8 മണിക്ക് ശേഷം വിളിക്കാം എന്നാണെങ്കിൽ യു ക്യാൻ കോൾ മീ ആഫ്റ്റർ 8 എന്ന് പറയാം. ഇനി വേണമെങ്കിൽ വളരെ ഷോർട്ടായിട്ടൊരു ഫ്രേസായിട്ട് ആഫ്റ്റർ 8 എന്ന് മാത്രവും ഉത്തരം പറയാം. ചിലപ്പോൾ ഫോൺ ചെയ്യുമ്പോഴായിരിക്കും നമുക്കിങ്ങനെ ചോദിക്കേണ്ടി വരുന്നത്, ഇപ്പോൾ വിളിക്കാൻ പറ്റിയ സമയമാണോ എന്ന് നമുക്ക് അയാളോട് ചോദിക്കണം. അവിടെ ഇസ് ദിസ് എ ഗുഡ് ടൈം ടു കോൾ യു എന്ന് ചോദിക്കാം. മനസ്സിലായോ?
ഇസ് ദിസ് എ ഗുഡ് ടൈം ടു കോൾ യു? മുൻപ് നമ്മൾ കണ്ട ഇസ് വെച്ച് തുടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിതും. ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് തന്നെയാണ്. ഇസ് ദിസ് എ ഗുഡ് ടൈം ടു കോൾ യു? അപ്പോൾ അയാൾ ചിലപ്പോൾ പറയുന്നത് തീർച്ചയായും യെസ് ആബ്സല്യൂട്ട്ലി എന്നായിരിക്കും. ഇനി വളരെ സിമ്പിളായൊരു ചോദ്യം. ചിലപ്പോൾ നമ്മൾ ഒരാളെ കാണുമ്പോൾ എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ തോന്നുമ്പോൾ ചോദിക്കില്ലേ, നിങ്ങൾ ഓക്കെ ആണോ എന്ന്? എങ്ങനെയാണ് ചോദിക്കുക? ആർ യു ഓക്കെ എന്ന് ചോദിച്ചാൽ മതി. ആർ യു ഓക്കെ? ഇതേപോലെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ആദ്യം കണ്ടിരുന്നു അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ പറയും? ഞാൻ ഓക്കെ ആണെന്നുള്ളതിന് യെസ് ഐ എം ഓക്കെ എന്നോ യെസ് ഐ എം ഓൾ റൈറ്റ് എന്നോ പറയാം. ഇനി അത്ര ഓക്കെ അല്ല, നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നോട്ട് റിയലി എന്നും പറയാം. അതായത് അത്ര അങ്ങോട്ട് ഓക്കെ അല്ല കാര്യങ്ങളെന്ന് നോട്ട് റിയലി എന്ന് പറയാം. ഇംഗ്ലീഷിൽ ഏറ്റവും കോമൺ ആയൊരു ക്വസ്റ്റ്യൻ ആണ് ഹൗ ആർ യു എന്നുള്ളത് അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നാണ്. പക്ഷേ ഇതേ ക്വസ്റ്റ്യൻ കുറച്ച് വ്യത്യാസപ്പെടുത്തി നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് നല്ല സുഖമില്ലായിരുന്നു എന്നിരിക്കട്ടെ, പിറ്റേ ദിവസം കാണുമ്പോൾ നമ്മൾ എന്തായിരിക്കും അയാളോട് ചോദിക്കുക? ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു, എങ്ങനെ അനുഭവപ്പെടുന്നു എന്നൊക്കെ ചോദിക്കില്ലേ? അവിടെ നമുക്ക് ചോദിക്കാവുന്നത് ഹൗ ആർ യു ഫീലിംഗ് നൗ എന്നാണ്. അതായത് ഫിസിക്കലി ഇപ്പം എങ്ങനെ തോന്നുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹൗ ആർ യു ഫീലിംഗ് നൗ? നമുക്ക് നല്ല ആശ്വാസം തോന്നുന്നുണ്ട്, മുമ്പത്തേക്കാൾ ഭേദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മച്ച് ബെറ്റർ എന്ന് നമ്മൾ പറയും. എന്നിട്ട് നമ്മൾ പറഞ്ഞേക്കാം ചോദിച്ചതിന് വളരെ നന്ദി അല്ലേ? അത് വളരെ പൊളൈറ്റായിട്ട് പറയുന്നൊരു രീതിയാണ്. അപ്പോൾ പറയുന്നത് മച്ച് ബെറ്റർ, താങ്ക് യു ഫോർ ആസ്കിങ്. പക്ഷേ ഇതേ ചോദ്യത്തിന് നമുക്കത്ര ഭേദമായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് മാത്രമല്ല, അതേപോലെ തന്നെ സുഖമില്ലാത്ത അവസ്ഥയായിട്ടാണ് ഇപ്പോഴും തോന്നുന്നതെങ്കിൽ ഐ എം സ്റ്റിൽ നോട്ട് ഫീലിംഗ് വെൽ എന്നായിരിക്കും ഉത്തരം പറയുക. ഇപ്പോഴും എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല. ഐ എം സ്റ്റിൽ നോട്ട് ഫീലിംഗ് വെൽ. ഇപ്പോഴും അതേ അവസ്ഥയാണ്. അതുകൊണ്ടാണ് സ്റ്റിൽ എന്ന വാക്ക് യൂസ് ചെയ്തത് കേട്ടോ. ഐ എം സ്റ്റിൽ നോട്ട് ഫീലിംഗ് വെൽ. അപ്പോൾ നമുക്ക് ചോദിക്കണം, നിങ്ങൾക്ക് എപ്പോഴും പനിയുണ്ടോ? ഡു യു സ്റ്റിൽ ഹാവ് എ ഫീവർ? ഡു യു സ്റ്റിൽ ഹാവ് എ ഫീവർ? ഫീവർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ കേട്ടോ, എ ഫീവർ എന്ന് പറയണം. ഒരു പനിയെന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ലെങ്കിലും ഇംഗ്ലീഷിൽ പറഞ്ഞേ പറ്റൂ ഫീവറിന് മുൻപായിട്ട്. അപ്പോൾ ഡു യു സ്റ്റിൽ ഹാവ് എ ഫീവർ എന്ന് ചോദ്യം. അപ്പോൾ എനിക്കെപ്പോഴും ഒരു പനി ഉള്ളതുപോലെ തോന്നുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു പനിക്കോള് പോലെ തോന്നുന്നു എന്ന് പറയില്ലേ, അതിനുപയോഗിക്കാവുന്ന വാക്കാണ് ഫീവറിഷ്. അപ്പോൾ എന്ത് പറയും? ഐ സ്റ്റിൽ ഫീൽ ഫീവറിഷ്. ഐ സ്റ്റിൽ ഫീൽ ഫീവറിഷ്. പനിയുള്ളതുപോലെ തോന്നുന്നു എന്നർത്ഥം. ഈ പനിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ചിലപ്പോൾ നമുക്ക് ചോദിക്കേണ്ടി വരാറില്ലേ ആളുകളോട്, ഇപ്പം നിൻ്റെ പനി മാറിയോ എന്ന്? അതിന് ഹാസ് യുവർ ഫീവർ ഗോൺ അവേ എന്ന് ചോദിക്കാം. പനി മാറുക എന്നുള്ളതിനാണ് ടു ഗോ അവേ എന്ന് പറയുന്നത്. അപ്പോൾ ഹാസ് യുവർ ഫീവർ ഗോൺ അവേ, അത് മാറിക്കഴിഞ്ഞോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് പനിയെക്കുറിച്ചാണ്. പനി എന്ന് പറയുമ്പോൾ ഒന്നല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഹാസ് വന്നത്. യു അല്ല ഇവിടുത്തെ സബ്ജക്റ്റ്, പനി ഫീവറാണ്. അപ്പോൾ ഹാസ് യുവർ ഫീവർ, യുവർ ഫീവറാണ് സബ്ജക്റ്റ്. ഹാസ് യുവർ ഫീവർ ഗോൺ അവേ എന്നാണ് ചോദ്യം. ഈ ഗോ അവേ എന്നുള്ളതിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ഗോൺ അവേ. മറന്നു പോരുത്, ഈ ചോദ്യം മുൻപ് നമ്മൾ കണ്ട പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ വന്നിരിക്കുന്നതാണ്. പക്ഷേ ഇവിടെ തന്നെ ഈ പനി കുറഞ്ഞോ എന്നാണ് ചോദിക്കേണ്ടതെങ്കിലോ, അവിടെ നമുക്ക് ഈ പനി എന്നുള്ളതിന് നമുക്ക് ടെമ്പറേച്ചർ എന്ന് പറയാം. അപ്പോൾ ഹാസ് യുവർ ടെമ്പറേച്ചർ ഗോൺ ഡൗൺ എന്ന് ചോദിക്കാം. പനി കുറഞ്ഞോ എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ കുറയുക എന്നുള്ളതിന് വേണമെങ്കിൽ സബ്സൈഡ് എന്നുള്ള വാക്കും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ഹാസ് യുവർ ഫീവർ ഗോൺ ഡൗൺ, അതായത് പനി കുറഞ്ഞോ എന്ന്. ഗോൺ അവേ എന്ന് ചോദിച്ചാൽ പനി മാറിയോ എന്നാണ് അർത്ഥം വരുന്നത്. ഇനി ഹൗ വെച്ച് വരുന്ന ചില ചോദ്യങ്ങൾ നോക്കാം. ഇപ്പം നമ്മളൊരാളോട് ചോദിക്കുകയാണ്, ആ പരിപാടി എങ്ങനെയുണ്ടായിരുന്നു, ആ പ്രോഗ്രാം എങ്ങനെയുണ്ടായിരുന്നു? ഹൗ വാസ് ദ പ്രോഗ്രാം? വാസ് ആണ് വന്നത്. അപ്പോൾ ഇവിടെ ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വന്നിരിക്കുന്ന ചോദ്യമാണ്. ഹൗ വാസ് ദ പ്രോഗ്രാം? പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ അയാൾ പറയുന്നത് അത് വളരെ ബോറിംഗ് ആയിരുന്നു. ഇറ്റ് വാസ് സോ ബോറിംഗ്. അപ്പോൾ അയാൾക്ക് തോന്നിയത് അവിടെ നിന്ന് എഴുന്നേറ്റ് സ്ഥലം വിടാനാണ്. അതെങ്ങനെ പറയും? ഐ ഫെൽറ്റ് ലൈക്ക് ഗെറ്റിംഗ് അപ്പ് ആൻഡ് ലീവിങ്. ഐ ഫെൽറ്റ് ലൈക്ക്, അങ്ങനെ തോന്നി എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് എഴുന്നേറ്റ് സ്ഥലം വിടാൻ തോന്നി എന്ന്. അപ്പോൾ തോന്നുക എന്നുള്ളതിന് ടു ഫീൽ എന്നല്ലേ പറയുന്നത്, അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഫെൽറ്റ്. അപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് ഡൂയിങ് സംതിങ് എന്ന് വെച്ചാൽ അർത്ഥം എന്താണെന്നറിയാമോ? അങ്ങനെ ചെയ്യാൻ തോന്നി, പക്ഷെ നമ്മൾ ചെയ്തോ? അത് ചെയ്തില്ല, ചെയ്യാതെ അവിടെ ഇരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ പറയണം അങ്ങനെ ചെയ്യാൻ തോന്നിയെന്ന്. അപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് ഗെറ്റിംഗ് അപ്പ് ആൻഡ് ലീവിങ് എന്നാണ് ഇവിടെ ഉത്തരമായിട്ട് വന്നത്. വേറൊരു സിമ്പിളായിട്ടുള്ള ചോദ്യം, നീ എവിടെയാണ്? എവിടെ എന്നുള്ളതിന് വേ എന്നാണ് ചോദിക്കുക അല്ലേ? വേർ ആർ യു? അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് നിങ്ങൾ പറയുന്നത്
ഞാനിവിടെ കാറിൽ നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ കാത്തു നിൽക്കുകയാണ്. ഐ ആം വെയിറ്റിംഗ് ഫോർ യു. എവിടെ? ഇൻ ദ കാർ. കാറിൽ. ഇൻ ദ കാർ. ഐ ആം വെയിറ്റിംഗ് ഫോർ യു ഇൻ ദ കാർ. അപ്പോൾ വേർ ആർ യു എന്ന് ചോദിച്ചാൽ നീ എവിടെയാണെന്ന്. വേർ ആർ യു ഗോയിങ് എന്ന് ചോദിച്ചാലോ നീ എവിടെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഞാൻ ബാങ്കിൽ പോവാണ്. ഐ എം ഗോയിങ് ടു ദ ബാങ്ക്. ഇനി ഞങ്ങൾ ഒരു കടയിൽ പോവുകയാണെന്നാണെങ്കിലോ ഞങ്ങൾ വി ആർ ഗോയിങ് ടു ദ സ്റ്റോർ. മനസ്സിലായോ? ഞാനാണെങ്കിൽ ഐ ആം ഗോയിങ്, ഞങ്ങൾ വി ആർ ഗോയിങ് ടു ദ സ്റ്റോർ. ഈ വേർ വരുന്ന വേറൊരു ചോദ്യം, ഈ ഫോട്ടോ നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയേ? വേ ഡിഡ് യു ഗെറ്റ് ദിസ് ഫോട്ടോ? എവിടെ നിന്നാണ് കിട്ടിയതെന്നാണ് ചോദിച്ചത്. പക്ഷേ ഫ്രം വെയർ എന്നൊന്നും ചോദിക്കണം എന്നില്ല. വേ ഡിഡ് യു ഗെറ്റ് ദിസ് ഫോട്ടോ എന്ന് വെച്ചാൽ എവിടെ നിന്നാണ് ഈ ഫോട്ടോ കിട്ടിയതെന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഞാൻ ഉത്തരമായിട്ട് പറയുന്നത് അതെനിക്കൊരു പഴയ ആൽബത്തിൽ നിന്നാണ് കിട്ടിയത്. ഐ ഗോട്ട് ഇറ്റ് ഫ്രം ആൻ ഓൾഡ് ആൽബം. അപ്പോൾ അവിടെ ഐ ഗോട്ട് ഇറ്റ് ഫ്രം എന്ന് നമ്മൾ പറഞ്ഞു. ഐ ഗോട്ട് ഇറ്റ് ഫ്രം ആൻ ഓൾഡ് ആൽബം. പക്ഷെ ചോദ്യത്തിൽ വേ ഡിഡ് യു ഗെറ്റ് ദിസ് ഫോട്ടോ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ നമ്മൾ സാധാരണ ചോദിക്കാറുള്ളൊരു ചോദ്യം, അത് നീ എവിടെയാണ് വായിച്ചത്? അതായത് അതൊരു മാഗസിനിലാണോ അതോ ന്യൂസ് പേപ്പറിലാണോ എന്നാണ് ഈ ചോദിക്കുന്നത്. എവിടെയാണത് വായിച്ചത്? വേ ഡിഡ് യു റീഡ് ദാറ്റ്? എവിടെ? വേ ഡിഡ് യു റീഡ് ദാറ്റ്? അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് ഞാൻ പറയുന്നത് എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ ഞാനത് എവിടെയോ വായിച്ചു. എന്ത് പറയും? ഐ ഡോണ്ട് റിമെമ്പർ, ഐ റെഡ് ഇറ്റ് സംവെയർ. സംവെയർ എന്ന് പറഞ്ഞാൽ എവിടെയോ. ഐ റെഡ് ഇറ്റ് സംവെയർ, ഐ ഡോണ്ട് റിമെമ്പർ. നീ എവിടെ നിന്നാണ് നിൻ്റെ ഷർട്ട് വാങ്ങിയത്? മലയാളത്തിൽ നമ്മൾ എവിടെ നിന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, പക്ഷേ ഇംഗ്ലീഷിൽ ആ എവിടെ നിന്ന് എന്നുള്ളത് വരണം എന്നില്ല. വേ ഡിഡ് യു ബൈ യുവർ ഷർട്ട് എന്ന് മാത്രം ചോദിച്ചാൽ മതി. വേ ഡിഡ് യു ബൈ യുവർ ഷർട്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് നിങ്ങൾ പറയുന്നത് ഞാനത് ഓൺലൈനാണ് വാങ്ങിയത്. ഐ ബോട്ട് ഇറ്റ് ഓൺലൈൻ. ഐ ബോട്ട് ഇറ്റ് ഓൺലൈൻ എന്ന് മാത്രം പറയാം. ഇനി ഞാനിവിടെ അടുത്തൊരു കടയിൽ നിന്നാണ് വാങ്ങിയതെന്നാണെങ്കിൽ ഐ ബോട്ട് ഇറ്റ് അറ്റ് എ ലോക്കൽ സ്റ്റോർ എന്ന് പറയാം. ഇവിടെ അടുത്തൊരു കടയിൽ നിന്ന്, ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന്. ഐ ബോട്ട് ഇറ്റ് അറ്റ് എ ലോക്കൽ സ്റ്റോർ. പക്ഷെ വേണമെങ്കിൽ നമുക്കിവിടെ ഫ്രം ചേർത്തും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. എവിടെ നിന്നാണ് നിൻ്റെ ഷർട്ട് വാങ്ങിയെന്നുള്ളതിന് ഫ്രം വേ ഡിഡ് യു ബൈ യുവർ ഷർട്ട് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വേ ഡിഡ് യു ബൈ യുവർ ഷർട്ട് ഫ്രം എന്നും ചോദിക്കാം. ഫ്രം ആദ്യമോ അല്ലെങ്കിൽ അവസാനമോ വരാം. ചിലപ്പോൾ എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ചോദിക്കില്ലേ, അതെന്താ ശബ്ദം? വാട്ട്സ് ദറ്റ് നോയ്സ് എന്നാണ് ചോദ്യം വരുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വാഷിംഗ് മെഷീൻ്റെ ശബ്ദമായിരിക്കാം. അപ്പോൾ എന്താ പറയുക? ഐ തിങ്ക് ദാറ്റ്സ് എ വാഷിംഗ് മെഷീൻ. അതായത് വാഷിംഗ് മെഷീൻ്റെ ശബ്ദമാണെന്ന്. ഐ തിങ്ക് ദാറ്റ്സ് എ വാഷിംഗ് മെഷീൻ. വാട്ട് വെച്ച് തുടങ്ങുന്ന വേറെയും ക്വസ്റ്റ്യൻസ് നോക്കാം. സമയം എത്രയായി എന്നുള്ളതിന് വാട്ട് ടൈം ഇസ് ഇറ്റ് എന്ന് ചോദിക്കും. വാട്ട് ടൈം ഇസ് ഇറ്റ്. അപ്പോൾ എനിക്ക് പറയണം ഇപ്പോൾ 8:30 മണിയായി. ഇറ്റ്സ് 8:30. ഇറ്റ് ഈസ് 8:30 എന്നാണ് പറഞ്ഞത്. പക്ഷെ ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ഞാൻ എൻ്റെ ഫോണൊന്ന് നോക്കട്ടെ കേട്ടോ, കയ്യിൽ വാച്ച് ഇല്ലെങ്കിൽ അങ്ങനെ പറയും അല്ലേ. അപ്പോൾ എന്ത് പറയും? ലെറ്റ് മീ ചെക്ക് മൈ ഫോൺ. ലെറ്റ് മീ ചെക്ക് മൈ ഫോൺ. ഞാനൊന്ന് നോക്കട്ടെ എന്നാണ് അർത്ഥം കേട്ടോ. നിങ്ങളുടെ ബാഗിൻ്റെ കളർ എന്താണ്? വാട്ട് കളർ ഇസ് യുവർ ബാഗ്? വാട്ട് കളർ ഇസ് യുവർ ബാഗ്? അപ്പോൾ ഞാൻ പറയുന്നത് അത് ബ്രൗൺ കളറാണ്. ഇറ്റ്സ് ബ്രൗൺ ഇൻ കളർ. ഇറ്റ്സ് ബ്രൗൺ ഇൻ കളർ. ഇവിടെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ ഇറ്റ്സ് എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ഇറ്റ് എപ്പോസ്ട്രഫി എസ് ഉണ്ട്. ഇറ്റ് ഇസ് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ് ഇറ്റ്സ് കേട്ടോ. അവിടെ എപ്പോസ്ട്രഫി വരണേ, അല്ലെങ്കിൽ അതല്ലാതെ ITS എന്ന് എഴുതുമ്പോൾ അതിൻ്റെ എന്നർത്ഥം വരുന്ന ഇറ്റ്സ് ആയി പോവും. ആ തെറ്റ് വരാതെ ശ്രദ്ധിക്കണം കേട്ടോ. ചിലപ്പോൾ നമ്മൾ ആളുകളെ കുറിച്ച് ഇങ്ങനെ ചോദിക്കില്ലേ, അവരെ കണ്ടാൽ എങ്ങനെ ഇരിക്കും, ആ സ്ത്രീയെ കണ്ടാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ ചോദിക്കില്ലേ. അപ്പം അതിന് വാട്ട് ഡസ് ഷീ ലുക്ക് ലൈക്ക് എന്ന് ചോദിക്കാം. വാട്ട് ഡസ് ഷീ ലുക്ക് ലൈക്ക്. അപ്പോൾ അതിൻ്റെ ഉത്തരം അവർക്ക് നല്ല ഉയരമുണ്ട്, മെലിഞ്ഞിട്ടും ആണെന്നാണെങ്കിൽ ഷീ ഈസ് ടോൾ ആൻഡ് സ്ലിം എന്നായിരിക്കും പറയുന്നത്. ഷീ ഈസ് ടോൾ ആൻഡ് സ്ലിം. നമ്മുടെ ഫ്രണ്ട് ഇങ്ങനെ എന്തോ പറ്റിയതുപോലെ ഇരിക്കുന്ന കാണുമ്പോൾ നമ്മൾ എന്തായിരിക്കും ചോദിക്കുക? എന്താ പറ്റിയ, എന്താ പ്രശ്നം ചോദിക്കില്ലേ. അതിന് ഇംഗ്ലീഷിൽ വാട്ട്സ് റോങ് എന്നായിരിക്കും ചോദിക്കുന്നത്. വാട്ട്സ് റോങ്. അപ്പോൾ അതിനയാൾ പറയുന്നത് എൻ്റെ ഫോണിന് എന്തോ പ്രശ്നമുണ്ട്. എന്താ പറ്റിയതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഫോണിന് എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായിരിക്കും പറയുന്നത്? ദെർ ഇസ് സംതിങ് റോങ് വിത്ത് മൈ ഫോൺ. ദെർ ഇസ് സംതിങ് റോങ് വിത്ത് മൈ ഫോൺ. എൻ്റെ ഫോണിന് എന്തോ പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ വാട്ട്സ് റോങ്? ദെർ ഇസ് സംതിങ് റോങ് വിത്ത് മൈ ഫോൺ. ഇനി നമുക്ക് പലതരത്തിലുള്ള മോഡൽ വേർബ്സ് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ നോക്കാം. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്?
ഇപ്പോൾ ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം വന്നത് അല്ലേ. അവിടെ നമുക്ക് ഷുഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പറയുക വാട്ട് ഷുഡ് വി ഡു നൗ എന്നാണ്. വാട്ട് ഷുഡ് വി ഡു നൗ, നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് നിങ്ങൾ പറയുന്നത് നമ്മൾ അവൾക്ക് വേണ്ടി കാത്തു നിൽക്കണം എന്നാണ്. വി ഷുഡ് വെയിറ്റ് ഫോർ ഹെർ, അവൾക്ക് വേണ്ടി, അതിനാണ് ഫോർ ഹെർ എന്ന് പറഞ്ഞത്. കാത്തു നിൽക്കുക, ടു വെയിറ്റ്. വി ഷുഡ് വെയിറ്റ് ഫോർ ഹെർ. വി ഷുഡ് വെയിറ്റ് ഫോർ ഹെർ. നമ്മൾ അവളോട് സത്യം പറയണോ? ഷുഡ് വി ടെൽ ഹെർ ദ ട്രൂത്ത്? ഷുഡ് വി ടെൽ ഹെർ ദ ട്രൂത്ത്? അപ്പോൾ നിങ്ങൾ ഉത്തരം പറയുന്നത് എനിക്ക് തോന്നുന്നത് നമ്മൾ പറയണം എന്നാണ്. ഐ തിങ്ക് വി ഷുഡ്, അതായത് ഐ തിങ്ക് വി ഷുഡ് ടെൽ ഹെർ ദ ട്രൂത്ത് എന്ന് അതിൻ്റെ ഷോർട്ടായിട്ട് നമ്മൾ പറയുന്നതാണ് ഐ തിങ്ക് വി ഷുഡ്. അടുത്തത്, നമ്മൾ എന്തുകൊണ്ടാണ് കമിഴ്ന്ന് കിടന്ന് ഉറങ്ങാൻ പാടില്ലാത്തത്? അങ്ങനെ പാടില്ല എന്ന് ഡോക്ടേഴ്സ് പറയുമല്ലോ. അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? വൈ ഷുഡിൻ ബി സ്ലീപ്പ് ഓൺ അവർ സ്റ്റമക്ക്? അപ്പോൾ കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുക എന്നുള്ളതിന് ടു സ്ലീപ്പ് ഓൺ അവർ സ്റ്റമക്ക് എന്ന് പറയും. വൈ ഷുഡിൻ ബി സ്ലീപ്പ് ഓൺ അവർ സ്റ്റമക്ക്? അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് നിങ്ങൾ പറയുന്നത് അത് നമ്മുടെ പുറത്തിനും നമ്മുടെ കഴുത്തിനും നല്ലതല്ല. ഇറ്റ്സ് ബാഡ് ഫോർ അവർ ബാക്ക് ആൻഡ് നെക്ക്. ഇറ്റ്സ് ബാഡ് ഫോർ അവർ ബാക്ക് ആൻഡ് നെക്ക്. ഇനി ചിലപ്പോൾ നമ്മൾ ഷുഡ് എന്നുള്ളത് വേറൊരു രീതിയിൽ യൂസ് ചെയ്യും. എനിക്കെങ്ങനെ അറിയാം, ഞാനെങ്ങനെ അറിയാനാണ് എന്നൊക്കെ പറയില്ലേ, അവിടെ നമുക്ക് പറയാം ഹൗ ഷുഡ് ഐ നോ, ഞാനെങ്ങനെ അറിയാനാണ്. അപ്പോൾ അവിടെ നമ്മളൊരു പരാതി പോലെയൊക്കെയാണത്. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഞാനിത് എങ്ങനെ അറിയാനാണെന്ന് ചെറിയൊരു ഇറിറ്റേഷനിലാണ് നമ്മളങ്ങനെ പറയുന്നത്. ഹൗ ഷുഡ് ഐ നോ. അതുപോലെ ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ചില ഐഡിയ ഒക്കെ മുന്നോട്ട് വയ്ക്കില്ലേ, ഇങ്ങനെ ചെയ്താലോ അങ്ങനെ പോയാലോ എന്നൊക്കെ ചോദിക്കില്ലേ, അവിടെ നമുക്ക് ഷാൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറയുകയാണ് നമുക്കത് നടക്കാൻ പോയാലോ എന്ന്. നമ്മൾ വേറൊരാളോട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അവിടെ എന്താ പറയുക? ഷാൽ വി ഗോ ഫോർ എ വാക്ക്? ഷാൽ വി ഗോ ഫോർ എ വാക്ക് എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിന് അയാളും തയ്യാറാണെങ്കിൽ അയാൾ എന്തായിരിക്കും എന്നോട് പറയുന്നത്? ഷോർ, അതായത് തീർച്ചയായും, അല്ലെങ്കിൽ പിന്നെന്താ എന്ന് പറയില്ലേ, അവിടെ വൈ നോട്ട് എന്ന് അയാൾക്ക് എന്നോട് തിരിച്ച് ചോദിക്കാം. ഇനി വിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് കുറേ സമയം പിടിക്കുമോ എന്നുള്ളതിന് എന്താ ചോദിക്കുക? വിൽ ഇറ്റ് ടേക്ക് ലോങ്? കുറേ നേരം പിടിക്കുമോ എന്ന്. വിൽ ഇറ്റ് ടേക്ക് ലോങ് എന്നാണ് ചോദ്യം. അപ്പോൾ അവിടെ ഉത്തരം പറയുന്നത് നോ ഇറ്റ് വോണ്ട് ടേക്ക് ലോങ് എന്ന് പറയാം, പക്ഷെ അതിന് പകരം നോ ഇറ്റ് വോണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ആ ടേക്ക് ലോങ് എന്നുള്ളത് അവിടെ ചേർക്കണം എന്നില്ല. നോ ഇറ്റ് വോണ്ട്, അതായത് അത്ര സമയമൊന്നും പിടിക്കില്ല എന്നാണ് അർത്ഥം. നീ നാളെ സ്കൂളിൽ വരുമോ? വിൽ യു കം ടു സ്കൂൾ ടുമോറോ? അപ്പോൾ ഫ്യൂച്ചറിലെ കാര്യം പറയാനാണ് നമ്മൾ പലപ്പോഴും വിൽ യൂസ് ചെയ്യുന്നത്. വിൽ യു കം ടു സ്കൂൾ ടുമോറോ എന്നാണ് ചോദ്യം. അപ്പോൾ വരും എന്നാണെങ്കിൽ യെസ് ഐ വിൽ എന്ന് പറയും. വരില്ലെങ്കിലോ നോ ഐ വിൽ നോട്ട്. വിൽ നോട്ട് നമ്മൾ സാധാരണ വോണ്ട് എന്നാണ് സ്പോക്കൺ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുക. നോ ഐ വോണ്ട്. വരുമെങ്കിൽ യെസ് ഐ വിൽ. അവൾ എപ്പോൾ തിരിച്ചു വരും? വെൻ വിൽ ഷീ ബി ബാക്ക്? അവൾ എപ്പോൾ തിരിച്ചെത്തുമെന്ന്. വെൻ വിൽ ഷീ ബി ബാക്ക്? അപ്പോൾ ഞാൻ പറയാണ് അവൾ ഉടനെ തിരിച്ചു വരും. ഷീൽ ബി ബാക്ക് സൂൺ എന്ന് പറയാം. ഉടനെ എന്നുള്ള അർത്ഥത്തിലാണ് സൂണിന് യൂസ് ചെയ്തത്. ഷീൽ ബി ബാക്ക് സൂൺ. അല്ലെങ്കിൽ വളരെ ഷോർട്ടായിട്ട് അരമണിക്കൂറിനുള്ളിൽ എന്ന് പറയണമെങ്കിൽ ഇൻ ഹാഫ് ആൻ അവർ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അവിടെ അതൊരു ഫുൾ സെൻറ്റൻസ് പോലുമല്ല, ഒരു ഫ്രാഗ്മെൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. ഒരു ഫ്രേസ് പോലെയാണ് അവിടെ വന്നത് അല്ലേ. ഇൻ ഹാഫ് ആൻ അവർ, അരമണിക്കൂറിനുള്ളിൽ എന്നാണ് അർത്ഥം. അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം നിർബന്ധമായും ചെയ്യേണ്ടതുണ്ടോ എന്ന് ഇംഗ്ലീഷിൽ ചോദിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാവ് ടു ആയിരിക്കും. ഇപ്പം എനിക്ക് ചോദിക്കണം നാളെ ഞാൻ നേരത്തെ വരേണ്ടതുണ്ടോ എന്ന്. അപ്പോൾ എന്താ ചോദിക്കുക? ഡു ഐ ഹാവ് ടു കം ഏർലി ടുമോറോ? ഡു ഐ ഹാവ് ടു കം ഏർലി ടുമോറോ? അതാണ് ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾ പറയുന്നത് നാളെ നിങ്ങൾ നേരത്തെ വരേണ്ടതില്ല. നോ യു ഡോണ്ട് ഹാവ് ടു എന്ന് മാത്രം പറഞ്ഞാലും മതി. ശരിക്കും പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് നോ യു ഡോണ്ട് ഹാവ് ടു കം ഏർലി ടുമോറോ എന്നാണ്. പക്ഷെ ഇത് മുഴുവനും പറയേണ്ടതില്ലല്ലോ. അതിന് പകരം നോ യു ഡോണ്ട് ഹാവ് ടു എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ ഡു ഐ ഹാവ് ടു എന്നാണ് വന്നത് അല്ലേ. ഐ ആണ് വന്നത്. അപ്പോൾ ഡു ഐ ഹാവ് ടു. ഇപ്പോൾ അയാൾ വരണമെന്നായിരുന്നെങ്കിലോ അവിടെ ഡസ് ഹീ ഹാവ് ടു എന്ന് വരുമായിരുന്നു. അപ്പോൾ ഹീ ആയതുകൊണ്ട് ഡസ് വന്നു, പക്ഷെ അത് കഴിഞ്ഞ് ഹാവ് ടു അങ്ങനെ തന്നെ വരണം. ഡസ് ഹി ഹാവ് ടു കം ഏർലി ടുമോറോ എന്നാണ് അവിടെ ചോദ്യം വരിക. അപ്പോൾ നിങ്ങളൊരു പക്ഷേ ചിന്തിച്ചേക്കാം ഒരു കാര്യം നിർബന്ധമായും ചെയ്യണം എന്നുള്ളതിന് ഈ ഹാവ് ടു തന്നെ യൂസ് ചെയ്യണോ, മസ്റ്റ് യൂസ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിച്ചുകൂടെ എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചോദ്യങ്ങളായിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ സാധാരണ ഹാവ് ടു ആണ് യൂസ് ചെയ്യുക. ഒരു കാര്യം ഓബ്ലിഗേറ്ററി ആണോ എന്ന് ചോദിക്കേണ്ടി വരുമ്പോൾ
നേരെ മറിച്ച് മസ്റ്റ് അങ്ങനെ ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്കുള്ള ഇറിറ്റേഷൻ കാണിക്കാനാണ് ഈ മസ്റ്റ് യൂസ് ചെയ്ത് ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ആരെങ്കിലും വളരെ ഉറക്കെ പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ, അവിടെ ഞാൻ മസ്റ്റ് യൂസ് ചെയ്ത് ഇങ്ങനെ പറയും, മസ്റ്റ് യു ടേൺ ദ വോളിയം അപ്പ് സോ ഹൈ. ഈ പാട്ട് ഇത്ര ഉറക്കെ തന്നെ വെക്കണമെന്ന് നിർബന്ധമാണോ? മസ്റ്റ് യു ടേൺ ദ വോളിയം അപ്പ് സോ ഹൈ. അവിടെ മസ്റ്റ് വെച്ചാണ് ചോദ്യം തുടങ്ങിയത്. എൻ്റെ ഇറിറ്റേഷനാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ക്യാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുക? അപ്പോൾ എനിക്ക് ചോദിക്കണം, നിങ്ങൾക്ക് ദാ അവിടെ ഒരു ട്രക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ക്യാൻ യു സീ എ ട്രക്ക് ഓവർ ദെയർ? അവിടെയായിട്ട്, അതിനാണ് ഓവർ ദെയർ എന്ന് പറഞ്ഞത്. ക്യാൻ യു സീ എ ട്രക്ക് ഓവർ ദെയർ എന്നാണ് ചോദ്യം. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? യെസ് ഐ ക്യാൻ. പറ്റുന്നില്ലെങ്കിലോ? നോ ഐ കനോട്ട്. ആ കനോട്ടിന് നമ്മൾ സാധാരണ കാൺട്ട് എന്നാണ് പറയുക. നോ ഐ കാൺട്ട് എന്ന് നമ്മൾ യൂസ് ചെയ്യും ഷോർട്ട് ഫോമിൽ. ഇതേപോലെ കാൺട്ട് യൂസ് ചെയ്തും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ച് തുടങ്ങാം കേട്ടോ. ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ലീവ് എടുക്കാൻ പറ്റില്ലേ? ഒരു ദിവസം കൊണ്ട് ലീവ് എടുക്കാൻ സാധിക്കില്ലേ? അവിടെ കാൺട്ട് യു ടേക്ക് അനദർ ഡേ ഓഫ് വർക്ക് എന്ന് ചോദിക്കാം. കാൺട്ട് യു ടേക്ക് അനദർ ഡേ ഓഫ് വർക്ക്. ഒരു ദിവസം കൊണ്ട് ജോലിയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ലേ, ലീവ് എടുക്കാൻ പറ്റില്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ഐ എം അഫ്രേഡ് നോട്ട് എന്ന് പറയും. എനിക്കത് പറ്റില്ല എന്ന്, ഐ എം അഫ്രേഡ് നോട്ട്. ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ കേട്ടോ. നിങ്ങൾ കുറേ സമയമായോ കാത്തു നിൽക്കുന്നത്? ചോദിക്കുന്നത് ഹാവ് യു ബീൻ വെയിറ്റിംഗ് ലോങ് എന്നാണ്. ശ്രദ്ധിച്ചോ? ഹാവ് യു ബീൻ വെയിറ്റിംഗ് ലോങ്. ഇതേ ചോദ്യം നമുക്ക് ഇങ്ങനെയും പറയാം, ഹാവ് യു ബീൻ വെയിറ്റിംഗ് ഫോർ ലോങ് എന്ന്. അതായത് ഫോർ വേണമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ആഡ് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരമായിട്ട് നിങ്ങൾ പറയുന്നത്, ഞാൻ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നത്. അപ്പോൾ എന്താ പറയുക? ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ അവേഴ്സ്. മണിക്കൂറുകളായി, 4 hours എന്ന് പറയണം. അപ്പോൾ ഉത്തരത്തിൽ എന്തായാലും 4 പറഞ്ഞേ പറ്റൂ. ഐ ബീൻ വെയിറ്റിംഗ് അവേഴ്സ് എന്ന് പറയില്ല. ഐ ബീൻ വെയിറ്റിംഗ് ഫോർ അവേഴ്സ്. അപ്പോൾ ഈ ടെൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഐ ഹാവ് ബീൻ വെയിറ്റിംഗ്. ഇതിന് നമ്മൾ പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നാണ്. മുൻപ് നമ്മൾ ഹാവിൻ്റെ കൂടെ വേർബിൻ്റെ മൂന്നാമത്തെ ഫോം യൂസ് ചെയ്യുന്ന പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടില്ലേ? അത് പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിൾ ആയിരുന്നു. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയണം, പഠിക്കണം എന്നുണ്ടെങ്കിൽ ആ വീഡിയോ നോക്കാം കേട്ടോ. ഇനി ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. നിങ്ങൾ ഇവിടെ ആയിട്ട് എത്ര നാളായി? ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ? ഇവിടെ ആയിട്ട്, അതിനാണ് ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഉത്തരം, ഞാൻ ഇവിടെ ആയിട്ട് 2 ആഴ്ചയായി. ഐ ബീൻ ഹിയർ ഫോർ 2 weeks. I've been here for 2 weeks. ഇവിടുത്തെ ടെൻസ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ നേരത്തെ കണ്ട പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിൾ ആണിത്. ഇവിടെ വേർബിൻ്റെ കൂടെ ING ഫോം ഒന്നും വന്നിട്ടില്ല അല്ലേ? ഐ ഹവ് ബീൻ ഹിയർ. അപ്പോൾ ഹാവും ബീൻ എന്ന മൂന്നാമത്തെ വേർബിൻ്റെ ഫോമും വന്നു. ഐ ഹവ് ബീൻ ഹിയർ ഫോർ 2 weeks എന്ന് പറഞ്ഞു. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിൾ. ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിലോ, ഐ ഹവ് ബീൻ ലിവിങ് ഹിയർ ഫോർ 2 years. ഞാനിവിടെ കഴിയാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. അത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവുമായിരുന്നു. ഐ ബീൻ ലിവിങ് ഹിയർ ഫോർ 2 years എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, കാരണം അവിടെ ING ഫോം വന്നു. വ്യത്യാസം മനസ്സിലായല്ലോ? അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാം കണ്ടു അല്ലേ? അതിനെ ബേസ് ചെയ്ത് ഞാൻ 3 ചോദ്യങ്ങൾ മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കൂ. നിങ്ങൾ എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്? പഠിക്കുന്നത് പ്രസൻറ്റ് ടെൻസ് ആണ്. എങ്ങനെയാണ് ആ ചോദ്യം ഇംഗ്ലീഷിൽ ചോദിക്കുക? നിങ്ങൾ എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് എന്നാണ് ചോദ്യം. ഇനി അടുത്തത് ശ്രദ്ധിക്കൂ. നിങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചത്? പാസ്റ്റ് ടെൻസ് ആണ്. പിന്നെ ചോദ്യം എങ്ങനെ എന്നാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചത് എന്നാണ് ചോദ്യം. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. പാസ്റ്റിൽ പതിവായിട്ട് ചെയ്യുമായിരുന്നൊരു കാര്യത്തെക്കുറിച്ചാണ് ചോദ്യം കേട്ടോ. നിങ്ങൾ പണ്ട് എൻ്റെ സഹോദരൻ്റെ കൂടെ പതിവായി ജോലി ചെയ്യുമായിരുന്നോ എന്നാണ് ചോദ്യം. അപ്പോൾ പതിവായി പണ്ട് ഒരു കാര്യം ചെയ്യുമായിരുന്നതിന് നമ്മൾ യൂസ് ടു ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് ചോദിക്കുക എന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എൻ്റെ സഹോദരൻ്റെ കൂടെ ജോലി ചെയ്യുമായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസും നിങ്ങൾ ഇംഗ്ലീഷിലാക്കിയിട്ട് അത് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ.
ഇത് ഉപകാരപ്പെടുന്ന ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ താമസിയാതെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.